ഇപ്പൊ സോഷ്യൽ മീഡിയക്കകത്ത് ഫിറ്റ്നസ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഡയറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, പലതരത്തിലുള്ള സപ്ലിമെന്റ് ആയിക്കോട്ടെ, ഒരാവശ്യമില്ലാത്ത ആൾക്കാർക്ക് പലതരത്തിലുള്ള സപ്ലിമെന്റ് പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുമാതിരി മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഒന്നാമത് ഇത് ഓരോ ആൾക്കാർക്ക് അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവർക്ക് മെജോറിറ്റി എങ്ങനെയായിരിക്കും, ആൾക്കാർ ഇതിനെ എങ്ങനെ എടുക്കും, ഈ കാണുന്ന പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു നോളജ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും കാലം ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ചോറ് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഈ പറയുന്ന പോലെ പ്രോട്ടീൻ മാത്രം കഴിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ മീറ്റ് മാത്രം കഴിക്കാൻ തുടങ്ങും. അത് വേറെ പ്രശ്നങ്ങളിലോട്ട്, ഫ്യൂച്ചറിൽ വേറെ പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോക്കകത്ത് എങ്ങനെ ഒരു ഹെൽത്തി പ്ലേറ്റ് ഫോം ചെയ്യാം, എങ്ങനെ ഒരു ഹെൽത്തി പ്ലേറ്റ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക. കാരണം അത്രത്തോളം ഈ ഒരു കാര്യത്തിനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് കുറവാണ്. അതുകൊണ്ടാണ് ഈ പല ആളുകളും പലതരത്തിലുള്ള ഡയറ്റിലോട്ട് പോകുന്നത്. നമുക്ക് നമ്മളിപ്പോ ജീവിതശൈലി, നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സലന്റ് പ്രോട്ടീൻ, എക്സലന്റ് ഫുഡ്, എക്സലന്റ് ന്യൂട്രിയൻ റിച്ച് ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അവന് പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, ഫൈബർ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. ഇത് നാലുമാണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒരു മനുഷ്യന് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഒരു പ്ലേറ്റിനകത്ത് ക്രമീകരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ 50% ആക്കുക. അതിൽ ആദ്യത്തെ 50% ആക്കുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കാബേജ്, ക്യാരറ്റ്, പയറ്, ഇതെല്ലാം, ബീട്രൂട്ട്, ഇതൊക്കെ വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ, ഓറഞ്ച്, ഇപ്പൊ മാങ്ങ, പപ്പായ, ഇതൊക്കെ ഫ്രൂട്ട്സിലും പെടും. ഈ സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പൊ സീസണലായി കിട്ടുന്ന ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇപ്പോൾ ഫ്രൂട്ട്സ് കിട്ടിയിട്ടില്ലാത്ത കേസിൽ പച്ചക്കറി എന്തായാലും മസ്റ്റ് ആയിട്ട് ആ ഒരു ഏരിയയിൽ ആഡ് ചെയ്തിരിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് 50%. രണ്ടാമത്തെ 50%-നകത്ത് രണ്ടെണ്ണം 25% ആക്കിയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ആദ്യത്തെ 25%-നകത്ത് പ്രോട്ടീൻ ആഡ് ചെയ്യുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈലുള്ള പ്രോട്ടീൻസ് ആണ് ആഡ് ചെയ്യുക. അതായത് മീറ്റ്, ചിക്കൻ, ബീഫ്, അത് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, മുട്ട എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഫിഷ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പനീറോ അല്ലെങ്കിൽ വേ പ്രോട്ടീനോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയക്കകത്ത് ആഡ് ചെയ്യാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ മാത്രം, ഞാൻ എപ്പോഴും പറയാ മീറ്റ് എന്നുള്ള പ്രോട്ടീൻ ആണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ഒരുപാട് ആൾക്കാർ വെജിറ്റേറിയൻസ് ആയത്, അപ്പൊ അവർക്ക് പനീർ ഒക്കെ തന്നെയുള്ളൂ, പനീർ പോലത്തെ ഫുഡ് ഐറ്റംസ് എടുക്കേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള 25%-നകത്ത് കാർബോഹൈഡ്രേറ്റും പ്ലസ് ഫാറ്റും. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ്, എന്തെങ്കിലും ഒരു നട്ട്സ്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സോ അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീനട്ടോ, അല്ലെങ്കിൽ ഒരു സ്പൂൺ, ഒരു ഒരു 1/4 സ്പൂൺ ബട്ടറോ, അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫാറ്റ് ആക്കി യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ചോറ്, ഗോതമ്പ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. ഇപ്പൊ ഈ പ്ലേറ്റിൽ എങ്ങനെ 20%-ഓളം കാർബോഹൈഡ്രേറ്റ്, ഒരു 5% ഫാറ്റ്, ബാക്കി 25% പ്രോട്ടീൻ, ബാക്കിയുള്ള 50% ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി നിറച്ചു. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ്. ഇതിൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഈന്തപ്പഴം, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, ബദാം, ഈ സാധനങ്ങളൊന്നും ഫ്രൂട്ട്സ് ആയിട്ട് കൂട്ടരുത്. ഇത് നാച്ചുറൽ ഫ്രൂട്ട് അല്ല, ഇത് ഫാറ്റ് സോഴ്സുകളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹെൽത്തി ഫാറ്റ് ആണ്, ഈ പറയുന്ന നട്ട്സും കാര്യങ്ങളൊക്കെ. അതിന് ഒരിക്കലും ഈ പറയുന്ന ഫ്രൂട്ട്സ് കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫാറ്റ് സോഴ്സ് ആണ്. ഓക്കെ, പീനട്ട്, ഇതൊക്കെ ഫാറ്റ് സോഴ്സുകളാണ്. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റുന്നു? പറ്റില്ല, ഇങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആപ്പിളോ, ഓറഞ്ചോ, പൈനാപ്പിളോ, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഡെയിലി ഒരു ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിക്കാൻ ശ്രമിക്കുക. അവിടെ ആ ഫ്രൂട്ടിന്റെ ഇത് കിട്ടി. ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ്, നിങ്ങൾ 4 മണിക്ക് സ്നാക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീനട്ട് കഴിക്കുക. അപ്പോൾ അവിടെ പീനട്ട് നിങ്ങൾക്ക് കിട്ടി. പിന്നെ നിങ്ങൾക്കുള്ള ഒരു സംശയമാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തുള്ള ഡയറ്റ്. അതിൽ നിങ്ങൾ ഈ നട്ട്സും ഫ്രൂട്ട്സും ഒഴിവാക്കിയിട്ട് പച്ചക്കറിയും അതുപോലെ തന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തി പ്ലേറ്റ് ആയി. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഡയറ്റ് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രധാനമായും നോക്കേണ്ട കാര്യം, ഒരു കാൽ വയർ എപ്പോഴും കാലിയാക്കി ഇടുക. ഫുള്ള് നിറച്ച് കഴിക്കരുത്, കാൽ വയറ് കാലിയാക്കി ഇടുക. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്ര ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ചെയ്യരുത്. നടക്കുമെങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും നടക്കണം. ആ 1 hour പറ്റില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും ഡെയിലി നടക്കുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അത് അത്രയെങ്കിലും ആക്ടിവിറ്റി വേണം. എന്നാൽ അത്രയും ആക്ടിവിറ്റി ചെയ്തിട്ട് ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും വേണ്ട ഒരു ഹെൽത്തി പ്ലേറ്റ് ഇതാണ്. ഇതിൽ നിന്ന് വ്യത്യാസം വരും. എങ്ങനെ? ഇപ്പൊ സപ്പോസ് ഒരാൾ മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു സ്പോർട്സ് കാരനാണ്, അവർക്കൊക്കെ എക്സ്ട്രാ ന്യൂട്രിയൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ കുറച്ച് കൂടുതൽ ആവശ്യമാണ്. അതിനനുസരിച്ച് അവരുടെ ട്രെയിനർ പറയുന്നതിനനുസരിച്ച് പ്രോട്ടീന്റെ അളവിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവിലും ഫാറ്റിന്റെ അളവിലും അതുപോലെ ഫൈബറിന്റെ അളവിലൊക്കെ വ്യത്യാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ഓക്കെ, അത് ഓരോ ആൾക്കാരുടെ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തിരിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. മനസ്സിലായോ? ഇനി ഡയറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രത്തോളം സ്കാമുകൾ നടക്കുന്നുണ്ട്. കുറച്ചു കാലം മുന്നേ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് നോക്കി ഡയറ്റ് എടുത്തിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വാട്ടർ ഫാസ്റ്റ് ചെയ്യുക, ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് വെയിറ്റ് കുറയ്ക്കുക, ഇതൊക്കെ ഭയങ്കര ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. മനസ്സിലായി? നമുക്ക് എല്ലാത്തിനുള്ള സോഴ്സസ് ഉണ്ട്, ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ പ്രോട്ടീനും ഫാറ്റ് മാത്രം നിന്നാൽ മതിയെന്നോ അല്ലെങ്കിൽ ഫൈബർ തിന്നണ്ടെന്നോ കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ ഒഴിവാക്കണോ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേ വേണ്ട. എല്ലാ ആവശ്യത്തിനും കഴിക്കുക. ആവശ്യത്തിന് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അളവിൽ കഴിക്കുക എന്നുള്ളതാണ്. ഒരു കാൽ വയറ് കാലിയാക്കി ഇടുക, ഫുൾ വയറ് കഴിക്കരുത്, ഫുൾ വയറ് കഴിക്കാണ്ടിരിക്കുക. ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ എപ്പോഴും 100% ഹെൽത്തി ആയിരിക്കും. ഇതാണ് ഒരു ഹെൽത്തി ഡയറ്റ്. ദിസ് ഈസ് കോൾഡ് ഹെൽത്തി ഡയറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.